നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാരും പങ്കെടുക്കുന്ന ഈ വിവാഹത്തിൽ നിന്ന് സന്ദീപ് മാത്രം മാറി നിൽക്കാന്ന് പറഞ്ഞ, അതും എന്റെ ഈ കാര്യത്തിന്റെ പേരും പറഞ്ഞു. എല്ലാവരും വന്ന് സ്നേഹയുടെ ഇളയേട്ടനെ തിരക്കുമ്പോ അവരോടൊക്കെ അച്ഛനും നന്ദേട്ടനും ഒക്കെ എന്ത് മറുപടി പറയും? നമ്മുടെ മനസ്സിലുള്ള കാരണവും നമ്മളിപ്പോ പറയുന്ന കാരണവും നിസ്സാരമായ ഒന്നാ. നമുക്കൊരു കുഞ്ഞു പിറക്കുന്നാണോ എനിക്ക് നിസ്സാരമായ കാര്യം? അതോ തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നതും അസുഖം കൂടുന്നതുമാണോ ഞാൻ നിസ്സാരമായി എടുക്കേണ്ടത്? എല്ലാവരും വന്ന് സ്നേഹയുടെ ഇളയേട്ടനെ തിരക്കുമ്പോ അവരെന്തെങ്കിലും മറുപടി പറഞ്ഞോളൂ. ഇനി അവർക്ക് പറയാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇത് തന്റെ മാത്രം പ്രശ്നമല്ല അതിരെ, എന്റെയും കൂടെ എന്ന് പറഞ്ഞ നമ്മുടെ. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതാണ് മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനം. താനും നമ്മുടെ കുഞ്ഞും നമ്മുടെ ജീവിതവും, അത് കഴിഞ്ഞ് എനിക്ക് മറ്റെന്തോ ഉള്ളൂ. എനിക്കറിയാം സന്ദീപേ, 2-3 മണിക്കൂറൊന്നും മാറി നിന്നോന്ന് വെച്ച് എനിക്കൊന്നും പറ്റില്ല. അത്ര നേരത്തെ കാര്യത്തിന് വേണ്ടി എന്തിനാ ഈ വാശി? ആരോടാ ഈ വാശി കാണിക്കുന്നത്? അച്ഛനോടോ അതോ നന്ദേട്ടനോടോ? എനിക്ക് ആരോടും ഒരു വാശിയില്ല. വാശിയൊക്കെ അവർക്കാ. ഈ സാഹചര്യത്തിൽ ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചത് ആരാണോ അവർക്ക്. 1-2 മാസം കഴിഞ്ഞിട്ട് നടത്തിയാൽ എന്താ കുഴപ്പം? അപ്പോ ആർക്കാ താൻ പറഞ്ഞ വാശി? എനിക്കോ അതോ അവർക്കോ? ഞാൻ അവളുടെ ഏട്ടനാണെന്നും ഞാൻ അതിൽ ഉണ്ടാവണമെന്നും തനിക്കും ഇവിടെ ഉള്ളവർക്കും മാത്രമാണ് ആഗ്രഹം. അവിടെ ആർക്കുമില്ല. അതുകൊണ്ടാണ് എന്റെ വാക്കിനെ വില കൽപ്പിക്കാതെ ഈ വിവാഹം തീരുമാനിച്ചതും എന്റെ അസാന്നിധ്യം ഒരു കാരണമാക്കി മാറ്റാതെ അവര് നടത്തുന്നതും. ഇപ്പൊ നേരെ നെല്ലിശ്ശേരി ചെന്ന് എന്നെയും ധനുഷിനെയും നിർത്തി അവർക്ക് ആരെയാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അവരൊരിക്കലും സന്ദീപ് എന്ന പേര് പറയില്ല. അങ്ങനെ ആവശ്യമില്ലാത്തടത്തേക്ക് വലിഞ്ഞു കയറി ഞാൻ പോവില്ല. അന്നാണ് തന്റെ സർജറി ഡേറ്റ് എന്ന് തനിക്കറിയാലോ. ഞാനിവിടെ വേണം. ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ കുഞ്ഞിനെ കാണുന്ന ദിവസമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.